വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ആയത്തുള്ള ഖമനേയി ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ഒരു മാസ് പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. മാസാണെന്നാണ് നമ്മുടെ ഇവിടെയുള്ള സുഡാപ്പികളും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ബിജുചേട്ടൻ വേണം പറയാം അത് മാസാണോ ക്ലാസ് ആണോ ഫ്ലോപ്പ് ആണോ എന്ന് ബിജുചേട്ടൻ വേണം അത് വിശദീകരിച്ച് പറയാനുള്ളത്. ഖമനേയി പറഞ്ഞിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഇറാന് ചെറിയ ശിക്ഷയാണ് ഇപ്പൊ ഇറാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്, വലിയ ശിക്ഷ പുറകെ വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത് പെഷസ്കിയാൻ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അയാള് ഇവനിത് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്, ഇവനിത് നിർത്താൻ ഒരു ഉദ്ദേശമില്ലേ, ഇത്രയും നാള് ബങ്കറിൽ ഇരുന്നത് പോരെ എന്ന് ചിലപ്പോൾ അയാൾ വിചാരിച്ചു കാണും. അതിന് പിന്നാലെ ഈ ബെയ്റൂട്ടില് നമ്മുടെ ഇസ്രായേല് അതിഭീകരമായിട്ടുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തി. 37 മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മസ്ജിദുകൾ അടക്കം തകർത്ത് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇറാൻ ഇപ്പോൾ അറിയുന്ന വാർത്തകൾ അനുസരിച്ച് ഇറാൻ ഈ ഇസ്രായേലിന്റെ ഈ ഒരു സൈലൻസിനെ അധികം ഭയപ്പെടുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇസ്രായേൽ ഇപ്പൊ സൈലന്റ് ആയിട്ട് ാണ് കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലാകാതെ ഇറാൻ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഒരു സൈലൻസിൽ ഇരിക്കുകയാണ്. അതിനിടയിൽ കൂടെയാണ് ഈ ഖമേനിയുടെ ഈ മുട്ടക്കാട്ടം പ്രസംഗമൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ രണ്ട് ചോദ്യങ്ങൾ, ഇത് ഖമേനിയുടെ ഈ ഒരു പ്രസംഗത്തിലെ ഒരു വരിയുണ്ടല്ലോ, മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം ഇസ്രായേലിനെ തുരത്താനെന്നുള്ളത്, അതിൽ മുസ്ലിം രാജ്യങ്ങൾ ഈ വരിയെ എങ്ങനെ കാണും, ഈ ഒരു ആഹ്വാനത്തെ എങ്ങനെ കാണും? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ ആ ഒരു തിരിച്ചടി ഇപ്പൊ ഇറാൻ ഭയക്കുന്നുണ്ട്. അപ്പൊ അമേരിക്ക അടക്കം പറയുന്നുണ്ട്, ആണവ പ്ലാന്റിലും നിങ്ങളുടെ ഇറാന്റെ മറ്റേ എണ്ണപ്പാടങ്ങളിലൊന്നും നിങ്ങൾ ഫയർ ചെയ്യരുത് എന്ന് പറയുന്നു. ഇത് ഇസ്രായേൽ കേൾക്കാൻ തയ്യാറാകും, എന്താ തോന്നുന്നു? ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ മിഡിൽ ഈസ്റ്റിലെ ഈ മുസ്ലിം രാജ്യങ്ങളുടെയൊക്കെ ഒരു ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ മീഡിയ അറ്റൻഷൻ ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്ന ഒരു നേതാവ് സദാം ഹുസൈനായിരുന്നു. സദാം അതെ അതെ. ഹുസൈന്റെ മീഡിയ അറ്റൻഷൻ വലിയ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ സ്വാധീനിച്ചൊരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു അറ്റൻഷൻ കിട്ടിയത് ഒസാമ ബിൻ ലാദന്റെ ആയിരുന്നു. പക്ഷെ ബിൻ ലാദൻ അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരു രീതിയൊന്നുമില്ല, പലപ്പോഴും ഒരു വീഡിയോ പുറത്തിറക്കും എന്നുള്ളതൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഖമേനിയുടെ ഒരു രീതി, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഈ വൈകാരികമായിട്ട് സംസാരിച്ചിട്ട് ഒരു ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് അവിടെ പോരാടുന്ന കുറെ നേതാക്കന്മാരുണ്ട്. അതിൽ ഇപ്പൊ നിലവിൽ ഉള്ളത് ഒന്ന് ഖമേനിയാണ്, മറ്റൊന്ന് ഈ തുർക്കിയുടെ എർദോഗാനാണ്. എർദോഗൻ ഈ മുസ്ലിം രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ഖലീഫ ആണ് എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു തലതൊട്ടപ്പൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെയും പെരുമാറ്റം. പക്ഷേ സദാം ഹുസൈൻ ഉള്ളപ്പോൾ കുറച്ചൊക്കെ സദാം ഹുസൈന്റെ വാക്കുകൾക്കൊരു ഭയം ജനിപ്പിക്കാനും അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു മുന്നറിയിപ്പിന്റെ ധ്വനി ജനിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രത്തോളം ശക്തനായ അതെ ഒരു അതെ അതെ. ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണശേഷം പിന്നീട് ഒസാമ ബിൻ ലാദൻ ഭീകരവാദത്തിന്റെ വഴി കൂടി ആയിരുന്നു മുമ്പോട്ട് പോയത്. ഖമേനിയുടെ വാക്കുകൾക്കും വലിയ പ്രാധാന്യം മുൻപുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയില്ല. എർദഗന്റെ വാക്ക് അന്നും ഇന്നും ഒന്നും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും ഈ ഇസ്ലാമിക അയാളൊരു രാജ്യങ്ങളിൽ പേടിത്തൊണ്ടനാണ്. ഉണ്ടാക്കാറില്ല. പേടിത്തൊണ്ടന്റെ അല്ല അദ്ദേഹം. ഒരു എന്താ പറയുന്നത്, അങ്ങനെ ഒരു വകതിരിവോട് കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അല്ല, എന്താ പറയുന്നത്, പോരാത്തതിന് ഇപ്പോ ഇയാൾ ഇങ്ങനെ ആഹ്വാനം ചെയ്താലും ഇറാന്റെ കൂടെ തുർക്കി നിൽക്കാൻ പോകണ്ടല്ലോ. തുർക്കി അമേരിക്കയുടെ കൂടെ അല്ലേ, നിൽക്കില്ല. തുർക്കി നാറ്റോ അവര് സഖ്യമല്ലേ? നാറ്റോ സഖ്യമല്ല. തുർക്കി ഇല്ല തന്നെ. തുർക്കിക്ക് ഇപ്പോ എന്തിന് ഇന്ത്യക്കെതിരെ പോലും ഇപ്പൊ ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ തുർക്കി നിൽക്കുന്നത്. തുർക്കി ഇതിനകത്തൊരു പക്ഷെ ഈ മിഡിൽ ഈസ്റ്റിലെ സൈനിക ബലം നോക്കിക്കഴിഞ്ഞാൽ സൈനിക ശക്തി സൗദി അറേബ്യ, തുർക്കിക്കും അത്യാവശ്യം സൈനിക ശക്തിയുണ്ട്. പട്ടാളക്കാരുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനും അത്യാവശ്യം നല്ല ഇതുണ്ട്. പക്ഷെ ടെക്നോളജിയിൽ ഇവരെല്ലാം ഈ ഇസ്രായേലിനൊക്കെ വളരെ താഴെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഖമേനിയുടെ ഒരു വൈകാരിക പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് അതിലൊരു ആഹ്വാനത്തിൻ്റെതായതോ ഇല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ടോ ഒന്നും കാണണ്ട. കാരണം അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഹനിയ മരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ഖമേനി ഇതിലും വലിയ പ്രസ്താവന നടത്തിയാണ്. ഖമേനി ഈ പ്രസ്താവന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വട്ടം ഇറാൻ ഇസ്രായേലിൽ അടിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഹിസ്ബുള്ളയുടെ നസറുള്ള ഭരിച്ചപ്പോൾ അതിന് ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുള്ളി ഇന്ത്യക്കെതിരെയും കൂടെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. ലോകത്തെ മുസ്ലിങ്ങളെല്ലാം പീഡിപ്പിക്കപ്പെടുകയാണ്, ഇന്ത്യയിലും അങ്ങനെ സംഭവിക്കുന്നു. അതിന് അപ്പൊ തന്നെ ജയശങ്കർ മറുപടി കൊടുക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ അത്രയും ഒരു സീരിയസ് അത് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്കൊന്നും പോകാൻ ഇസ്രയേലും ആഗ്രഹിക്കുന്നില്ല, ഇറാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു 1300 1400 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇത്. വലിയ ലോങ് റേഞ്ചിൽ കിടക്കുന്ന രാജ്യം. പക്ഷെ ഇറാനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ഇറാന് ഇസ്രയേലിനെ ആക്രമിച്ച ആ ഓപ്പറേഷൻ, വിട്ട മിസൈൽ, ആ ഓപ്പറേഷന്റെ പേര് തന്നെ പ്രോമിസ് ടു പ്രോമിസ് എന്നാണ്. അതായത് അവര് ഹിസ്ബുള്ളക്ക് കൊടുത്ത പ്രോമിസ് അവർ നടപ്പാക്കി
എന്നത് തന്നെയാണ് അവര് ചെയ്തിരിക്കുന്നത്. കാരണം ഈ 1979 വരെ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഷായുടെ ഭരണകാലത്ത്, മുഹമ്മദ് ഷാ അവിടെ ഭരണകാലത്ത് വലിയ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് മാത്രമല്ല, മൊസാദാണ് ഇറാന്റെ ചാരസംഘടന രൂപീകരിച്ചത് തന്നെ. ഖയാസ് എന്നാണ് ആ ചാരസംഘടനയുടെ പേര്. അതിനെ ഇറാന്റെ ചാരസംഘടനയ്ക്ക് വേണ്ട ഇത് ചെയ്തത്. അന്ന് ഇവരുടെ പൊതുശത്രു ഇറാഖായിരുന്നു. ഇറാഖിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇറാൻ ഇസ്രായേൽ അടുത്ത ബന്ധം, അക്കൂട്ടത്തിലേക്ക് അമേരിക്ക കടന്നു വരുന്നു. അങ്ങനെ ഈ ഇറാഖിന്റെ ആ ഒരു കാലയളവില് 78-ൽ ഇറാഖിന്റെ ഒരു ആണവ നിലയം തകർക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതൊക്കെ ഇസ്രായേലാണ്. അന്ന് ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു എന്ന് മാത്രമല്ല, ഇറാനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 40% എണ്ണ വാങ്ങുന്നത് ഇസ്രായേലായിരുന്നു. അന്ന് വലിയ ബന്ധം ആയിരുന്നു എന്നുള്ളത്. അന്ന് ഈജിപ്തിന്റെ ഒരു എതിർപ്പും ഒക്കെ മറികടന്നുകൊണ്ടാണ്, അവരുടെ കടൽ യൂസ് ചെയ്യുന്നതിന്റെ എതിർപ്പും ഒക്കെ മറികടന്നുകൊണ്ട് അങ്ങനെ വലിയ ബന്ധത്തിലേക്ക് പോവുകയും ഈ ഗൾഫ് ഇറാനില് ഈ ഒരു പുതിയ വിപ്ലവം അരങ്ങേറിക്കൊണ്ടാണല്ലോ 79-80 കാലഘട്ടങ്ങളിൽ ഖമേനി അധികാരത്തിൽ. ഈ ഖമേനി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ മുദ്രാവാക്യം അങ്ങ് ആകെ മാറ്റി ഇവര്. ദേശീയത, അതായത് ഇസ്ലാമിക ദേശീയത തന്നെയാണ്. ആ ദേശീയത സോവിയറ്റ് യൂണിയൻ അച്ചുതണ്ടിലേക്ക് മാറുന്നു. ഖമേനി വന്നതിന് ശേഷം അവരുടെ ഒരു ആജന്മ ശത്രുവായിട്ട് ഈ സയനിസ്റ്റ് ഇസ്രായേലിനെ കാണുകയും അവരുമായിട്ട് അകലുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഇറാൻ റഷ്യയുമായി കൂടുതൽ അടുത്ത് ബന്ധം വരുന്നു. ഈ ഒരു ബന്ധമാണ് പിന്നീട് ശക്തമാകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നിട്ട് പോലും ഏതാണ്ട് 88 വരെ ഇസ്രായേലുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു. വലിയ ബന്ധം, വലിയ ഒരു തീഷ്ണമായ ബന്ധമില്ലായിരുന്നെങ്കിൽ പോലും അവരൊരു അറുത്തുമുറിച്ച് പോകുന്ന ഒരു തരത്തിലേക്ക് വന്നില്ല. പക്ഷെ 88 ആയി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഹിസ്ബുള്ളയുടെ ഒക്കെ ഒരു ശക്തി, ഒരു പവർ ആയി വരുന്നു അവര്. ഒപ്പം തന്നെ ഹൂത്തീസ്, മിലീഷ്യൻസ്, ഇവരുടെ എല്ലാം ഒരു പവർഫുൾ ആയി വരുന്നു. ഇതിനെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇറാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം റഷ്യയുടെ ഒരു ഹെൽപ്പിൽ കൂടെ ആയിരുന്നു. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ഇറാന്റെ ഒരു ചാരസംഘടന ആയാൽ തന്നെ മറ്റുള്ളതിന്റെ ആയാൽ തന്നെ ഇപ്പോഴെന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈസി ആയിട്ട് അവരെ ആക്സസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ തലച്ചോറിലാണ് ഇവരുടെ A to Z കാര്യങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ധനുഷിന് വേണ്ട ഈ പ്രധാനപ്പെട്ട മിസൈൽ ടെക്നോളജി ആയാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാരസംഘടനയുടെ കാര്യങ്ങളായാലും ഒക്കെ ഞാൻ അതിന്റെ തുടക്കം ഇട്ടൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്കറിയാം നിങ്ങൾ എവിടം വരെ പോകും എന്നുള്ളത്. അത് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം അവരന്ന് അത്ര സുഹൃത്തുക്കളുമായിരുന്നതാണ്. അപ്പോ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഖമേനി വന്നതിന് ശേഷം ഈ ഖമേനി ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും ഈ പശ്ചിമേഷ്യ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തുകയും ഇസ്രായേലുമായിട്ട് വീണ്ടും ഒരു ബന്ധം ഉണ്ടായിക്കൂടാ എന്നില്ല. കാരണം ഇപ്പൊ പഴയ കണക്ക് ഖമേനിക്ക് ഒരു പവർ ഇല്ല എന്നുള്ളതിന്റെ കാരണമാണ് നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അവിടെ അനവധി പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത്. ഈ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായിട്ട് 500ഓളം പേർ കൊല്ലപ്പെടുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. ഇറാനിൽ വലിയ രീതിയിൽ സ്ത്രീകൾ രംഗത്തിറങ്ങുകയാണ്, വലിയ രീതിയിൽ പ്രക്ഷോഭമാണ്. നസറുള്ള മരിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകൾ അടക്കമുള്ളവരുടെ ആഹ്ലാദ നൃത്തം നമ്മൾ കണ്ടു. അതായത് ഖമേനിക്കെതിരെ ഒരു പവർ അവിടെ ഉയർന്നു വരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രസംഗം നടത്തിയായിരുന്നു. അദ്ദേഹം ഇറാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് പേർഷ്യ എന്നാണല്ലോ നമ്മൾ ഇറാനെ പറയുന്നത്. അപ്പൊ പേർഷ്യ സ്വതന്ത്രമാവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടുത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതില് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഖമേനിയെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ ആ തരത്തിലാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്ക്, പേർഷ്യക്കാരായ ജനങ്ങൾ, നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുന്നു, അധികം വൈകാതെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ അവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഈ ഹിജാബ് വിരുദ്ധ സമരം അതിനകത്തുണ്ട്, കർശനമായ മതനിയമങ്ങൾ അതിനകത്തുണ്ട്. അതിലൊക്കെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും ഇറാനിൽ നടക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവരെ അടിച്ചമർത്തുന്ന ഭരണകൂടം ഇല്ലാതാകണം. ഭരണകൂടം എന്നുള്ളതല്ല, ഈ ഖമേനിയെ പോലുള്ള. കാരണം ഇറാന്റെ സൈനിക തലവൻ ഖമേനിയാണ്, സൈനിക വിങ്ങിന്റെ. നമ്മുടെ ഈ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നവർ, നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനാണല്ലോ എല്ലാ സൈന്യത്തിന്റെയും മൊത്തം ഫുൾ അധികാരം, തലവൻ ഖമേനിയാണ്, സർവ്വസൈന്യാധിപൻ. ഇവിടെ പുതിയ ഒരു ഇറാൻ ഭരണകൂടമാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ മസൂദ് പെഷസ്കിയാനെ പോലുള്ള പുരോഗമനവാദികളുടെ കാരണം അദ്ദേഹത്തിനും ഇത്. അപ്പൊ ഒരുപക്ഷെ ഖമേനിയെ കൊലപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ആണവ റിയാക്ടറിനോ ഇല്ലെങ്കിൽ എണ്ണപ്പാടം കത്തിക്കലോ ഒക്കെ അതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് ഖമേനിക്ക് എതിരെ എന്തെങ്കിലും ഒരു അറ്റാക്കിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം
രണ്ട് കാര്യങ്ങളാണ് അത്. ഒന്ന്, ഈ ഖമേനി ആണ് ഈ ഇത്രയും ബന്ധം വഷളാക്കിയെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. കാരണം അതിനു മുമ്പ് വരെ നല്ല ബന്ധമായിരുന്നല്ലോ ഇറാനുമായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഖമേനി പോകുന്നതോടുകൂടി ഈ പശ്ചിമേഷ്യയിൽ ഇതുപോലെയുള്ള ഒരു എന്താണ് മത മത അധ്യക്ഷൻ അല്ലെങ്കിൽ മത നേതാവ് ഇല്ലാതാകും എന്നുള്ളതും ഉണ്ട്. അങ്ങനെ രണ്ട് തരത്തിലാണ് അതിനെ കാണുന്നത്. പക്ഷെ ഇപ്പൊ അതെ. നമ്മൾ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് നോക്കുമ്പോഴത്തേനും ഒരു നിർദാക്ഷിണ്യമാണ് ഇപ്പൊ ഇസ്രായേൽ ഈ ലെബനനിൽ കയറി അടിച്ചൊതുക്കുന്നത്. 250 ഉം. പേരെയാണ് 4 ദിവസത്തിൽ കൊലപ്പെടുത്തിയത് ഹിസ്ബുള്ളയുടെ. ഒപ്പം തന്നെ അനവധി ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 200 കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു എന്ന് IDF തന്നെ അവകാശപ്പെടുന്നു. അതിൽ നിന്ന് ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത, യമനിലെ 15ഓളം ഹൂത്തി കേന്ദ്രങ്ങളിൽ കനത്ത ബോംബിംഗ് അമേരിക്ക തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് ഉം. വെച്ചാൽ അമേരിക്ക പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 100ഓളം കപ്പലുകളാണ് ഈ ഹൂത്തികൾ ആക്രമിച്ചത്. അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഗ്യാപ്പില് ഇസ്രയേലും, കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹിസ്ബുള്ളയുടെ എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവർ ഈ ഭീകര സംഘടനയായിട്ട് തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും എക്കാലവും. പക്ഷെ ഈ സമയത്ത് അവരെ അടിച്ചു തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ കയറി വരണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അത്യാവശ്യം ഒരു സ്ട്രെങ്തിലേക്ക് വരണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും. അപ്പോഴത്തേനും ഇസ്രയേലിന് ഏകദേശം അവരുടെ ഏരിയ ഒക്കെ പിടിച്ചെടുക്കാനും പറ്റും. ഇപ്പൊ ഹൂത്തികളെയും അതേ രീതിയിൽ ഇന്നലെ മുതൽ ഹൂത്തികൾക്കെതിരെ വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ധനുഷ് നേരത്തെ ഉം. ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അമേരിക്ക ആത്മാർത്ഥതയോടുകൂടി തന്നെയാണോ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഉം. എണ്ണപ്പാടം അതെ. ആക്രമിക്കരുത്. പക്ഷെ അമേരിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇറാനുമായിട്ടൊരു വാർ ഉണ്ടാകണമെന്നാണ്. വലിയ ഫുൾ സ്കെയിൽ വാർ ഉം. ഉണ്ടാകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകണം. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയിലെ തെരഞ്ഞെടുപ്പാണ് ഡിസംബറോട് കൂടി. നവംബർ ലാസ്റ്റ് ഉം. ഡിസംബറിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ്. അതിനൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ഒരു അജണ്ട എന്ന് പറയുന്നത് ഇസ്രായേലാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു വലിയ ഇതുണ്ട്. കാരണം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ കൂടുതലും ഇപ്പൊ ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്തുന്നതിന് പോലും ഇന്ത്യൻ രൂപ കയറി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. ഇപ്പൊ സൗദി അറേബ്യ അതെ. അതെ. 2 മാസം മുമ്പാണ്, 2 മൂന്നോ മാസം മുമ്പാണ് അവർ പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ഇന്ത്യ ആയിട്ട് രൂപയിലാണ് ഇനി വിനിമയം നടത്തുന്നത്. ദുബായ് നമ്മളുമായിട്ട് ഉം. നമ്മുടെ പൈസയിൽ. അപ്പൊ ഇവിടങ്ങളിലെല്ലാം നിന്നിട്ട് ഈ ഡോളറിന്റെ മൂല്യം താഴോട്ട് പോകുന്നു. ഡോളർ പതുക്കെ പതുക്കെ അവിടെ ഒരു വലിയ പവർ അല്ലാത്ത ഒരു സംവിധാനമായി ഡോളർ മാറുന്നുണ്ട്. ഈ ഉം. സാഹചര്യത്തിൽ ഡോളറിനെ തിരികെ കൊണ്ടുവരാൻ ആയിട്ട് ഈ എണ്ണയുടെ ഒരു ഷോർട്ടേജ് ഉണ്ടാകുകയും, ഇല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാതെ വരികയും എണ്ണയ്ക്ക് ഒരു ഷോർട്ടേജ് വരികയും ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഡോളറിന്റെ മൂല്യം കൂടും. ഈ ഒരു ഉം. സാഹചര്യമാണ് അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല. കാരണം ഇന്ത്യയൊക്കെ ഇപ്പോഴേ തന്നെ അവിടെ പോയി കിടപ്പുണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉം. ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാക്സിമം എണ്ണ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇന്ത്യക്കുള്ളത്. 2 മാസത്തെ നമ്മുടെ ട്രേഡിംഗ് എടുത്തു കഴിഞ്ഞാലും, റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇറാന്റെ കയ്യിൽ നിന്ന് ഒരുപാട് എണ്ണ വാങ്ങുന്നു. നമ്മൾ മുൻപ് നമ്മൾ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ 6ാം സ്ഥാനത്തായിരുന്നു ഇറാൻ. ഇപ്പൊ അത് മാറി 3-മതോ 4-മതോ എത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴേ നമ്മളത് ഉം. വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അമേരിക്കക്ക് പഴയ പോലെ കാര്യങ്ങളില്ല. പക്ഷെ അമേരിക്കക്ക് ഇത് ഡിസംബർ വരെ എങ്ങനെങ്കിലും നിലനിർത്തുക എന്നുള്ളതേ ഉം. ഉള്ളൂ. അത് ഉം. മാത്രമല്ല, ഇതിനകത്ത് ഇപ്പൊ ഈ അമേരിക്കൻ ഭരണകൂടത്തിന്റെ അവരുടെ ഒരു നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ചിട്ട് ഉം. അവരുടെ ഈ ക്യാബിനറ്റിന്റെ ഒരു ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റുന്ന സമയങ്ങളല്ല ഇനി വരുന്നത്. കാരണം അവർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഉം. പോയി കഴിയുമ്പം ഇത് സ്വാഭാവികമായിട്ടും ഒന്ന് മരവിക്കും. പിന്നെ അവർക്ക് ജനുവരി ഒക്കെ ആയി പുതിയ ഭരണസമിതി വന്നതിന് ശേഷം മാത്രമേ ഇവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം അത് അവരുടെ ഭരണഘടന അങ്ങനെയാണ്. അവിടെയാണ് ഈ ട്രംപ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആണവ നിലയം തകർക്കണം എന്നൊക്കെ പറഞ്ഞ് കയറി വരുന്നതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉം. അമേരിക്കയ്ക്കുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് മാക്സിമം നീട്ടിക്കൊണ്ടു പോകണമെന്ന് ബൈഡൻ ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഉം. സമാനമായ സിറ്റുവേഷനിലാണ് ഇസ്രയേലും കടന്നു പോകുന്നത്. അവിടെയും ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇമേജ് ഇപ്പൊ വളരെയധികം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലന്റും ഒക്കെ ആയിട്ടുള്ള മറ്റു നേതാക്കന്മാരുമായിട്ടുള്ള ജനപ്രീതിയിൽ വ്യത്യാസവുമുണ്ട്. അപ്പം ഇവിടെ ഈ പൊളിറ്റിക്കലി ആയിട്ടും ചില കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മളിപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധവാർത്തകൾ കേൾക്കാനൊക്കെ നമുക്ക് ഒരു രസമുണ്ടെങ്കിലും അതിനുള്ളിൽ കുറെ പൊളിറ്റിക്സുകളുണ്ട്. ഈ പൊളിറ്റിക്സുകൾ ഈ എന്താ, ഞാൻ പറഞ്ഞില്ലേ, സംയുക്തമായിട്ട് ഉള്ള ഇവരെല്ലാം കൂടെ പരസ്പരം അറിഞ്ഞുള്ള ഒരു ധാരണയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കാരണം ഇപ്പൊ ഇറാന് ഒരു വലിയ ആക്രമണം അഴിച്ചുവിടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. അവര് ഇതിനു മുമ്പ് 100 മിസൈല്, 1000 മിസൈൽ എന്നൊക്കെ അവർ പറയുന്നത്, 200 മിസൈൽ, 300 മിസൈലൊക്കെ വിട്ട സമയങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഉം. 181 മിസൈൽ ഒതുക്കിയത്? പിന്നീട് ഒരു ആക്രമണം അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് വലിയ കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല. അതെല്ലാം വന്ന് വീണത് എവിടെയാണ്? ഈ മൊസാദിന്റെ മുറ്റത്ത്.
അതുപോലെ അവരുടെ സൈനിക താവളത്തിന് മുറ്റത്ത് ഒക്കെ വീഴുകയും ചെയ്തിട്ടുണ്ട്. ഈ മുഴുവൻ 181 മിസൈലും ഇസ്രായേൽ തകർത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അതിൽ 90% തകർത്തെന്ന് പറയുമ്പോഴും 10% പലയിടത്തായിട്ട് വീണിട്ടുണ്ട്. പക്ഷെ വലിയ കാഷ്വാലിറ്റികളൊന്നും വന്നിട്ടുമില്ല. ഇതൊന്നും കാഷ്വാലിറ്റി ഇല്ലാതെ അതുപോലെ തന്നെ വേണമെങ്കിൽ അവർക്ക് ഈ ചാവേർ സ്ഫോടനങ്ങളും മറ്റുമൊക്കെ പലയിടത്തും നടത്താവുന്നതാണ്. കാരണം ഇത് ഇസ്രായേൽ മാത്രമല്ലല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. യുദ്ധം എന്ന് പറയുമ്പോൾ പലയിടത്തും ടാർഗറ്റ് ചെയ്യും. ഇസ്രായേൽ എംബസികൾക്കോ മറ്റുള്ളതോ ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡിലാണോ സ്വീഡനിലാണോ ഇസ്രായേൽ എംബസിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. അതിനടുത്തൊരു സ്ഫോടനം ഉണ്ടായ ഒരു സംഭവമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാൻ ഈ സമയത്ത് ആരും ആഗ്രഹിക്കുന്നില്ല. ഇറാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരും വലിയ ഇതിലേക്ക് പോകുന്നില്ല. ഇതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോഴും അമേരിക്കയ്ക്കാണ് ലേറ്റസ്റ്റ് ആഗ്രഹം. ആയിട്ട് അമേരിക്കയ്ക്കാണ് ഇപ്പോഴത്തെ ആഗ്രഹം. അതിന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ഡോളറിന്റെ മൂല്യം അവർക്ക് പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അതിനൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ തെരഞ്ഞെടുപ്പിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യത്തെ റൗണ്ടിലൊക്കെ കമലാ ഹാരിസ് ഒക്കെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചെങ്കിൽ ഇപ്പൊ കമലാ ഹാരിസ് ട്രംപിനേക്കാൾ കഷ്ടമായിട്ടാണ് ഇപ്പൊ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. അതാണ് ഞാൻ ഇന്നത്തെ ദിവസം, ഇന്നിപ്പോ നമ്മൾ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമായി. ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച അതെ. ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഹിസ്ബുള്ളയ്ക്ക് അപ്പുറത്തേക്ക് ഹൂത്തികളെ ഒരു പ്രധാന ശത്രുവായി നിർത്തിക്കൊണ്ട് ഒരു വലിയ അടി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അതെ. ഈ ഒരു ആക്രമണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇസ്രായേൽ അല്ല, ഇവിടെ ഉം. അമേരിക്കയും UK ചേർന്നിട്ടുള്ള ഒരു വലിയ ആക്രമണമാണ് ഹൂത്തി കേന്ദ്രങ്ങൾ. അവരുടെ സനയാണ് അവരുടെ തലസ്ഥാനം. സന ഉൾപ്പെടെ ഉള്ളിടത്തൊക്കെ വ്യോമ താവളങ്ങൾ, എയർപോർട്ടുകൾ അടക്കം തകർത്തുകൊണ്ടുള്ള വലിയ ആക്രമണം. 28 പേര് അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന തൊട്ട് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. 28 പേര് അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു അതെ. അതെ. വരുന്നത്. അതായത് ആദ്യം ഹമാസ് ആയിരുന്നു, അത് ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിക്കൊണ്ട് ഹൂത്തി ഹൂത്തി അറ്റാക്ക് ചെയ്യുന്ന ഒരു നിലയിലേക്ക് മാറി. ഇതിനിടയിലുള്ള സിറിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, സിറിയയെ അങ്ങനെ വലിയ രീതിയിൽ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ യമനും സിറിയ എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക ആണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. സിറിയയിൽ 900-ഓളം അമേരിക്കൻ സൈനികർ ഉണ്ടെന്ന് അമേരിക്ക തന്നെ ആളുകളുണ്ട്. പറയുന്നു. കാരണം പട്ടാളക്കാരുണ്ട്. അവിടുത്തെ ഈ കുർദിഷുകളെയും മറ്റുമൊക്കെ അവിടെ ഇവർക്കിടയിലുള്ള 2 വിഭാഗങ്ങളാണല്ലോ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ വിഭാഗങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാനാണ് അവിടെ പോയി കിടക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോ ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പം ഈ ഒരു വലിയ രീതിയിലൊന്നും സിറിയ അറ്റാക്ക് ചെയ്യാനൊന്നും ഇസ്രായേൽ പോകില്ല. പക്ഷെ ഇസ്രായേൽ അവർ ചെയ്യുന്ന പണി ഈ ബോർഡർ സൈഡിലുള്ളത്, അതായത് ഈ ലെബനനുമായി ചേർന്ന് നടക്കുന്ന ബോർഡർ സൈഡിലുള്ള എയർപോർട്ടുകൾ, അതുപോലെ തന്നെ തുറമുഖങ്ങളൊക്കെ നശിപ്പിക്കുക എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു പശ്ചിമേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുന്നു. അത് യമനിലാണ്. അതിന്റെ പ്രധാന ടാർഗറ്റ് ഹൂത്തികളാണ്. ഇതാണ് പ്രധാനമായിട്ട് ഇന്നത്തെ നമുക്ക് പറയുന്നത്. ഇനിയിപ്പോ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. അതിന്റെ ഇടയ്ക്ക് ഇന്നലെ ഖമേനി വെള്ളിയാഴ്ച നടന്ന ആ പ്രാർത്ഥനാ യോഗത്തിൽ ഒരു AK-47 തോക്കും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം വന്നത്. അത് ചില മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്ന ഈ തോക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇസ്രായേലിനെ ആക്കാം. ഇപ്പൊ ഓ. ഖമീനി തോക്കുമായിട്ട് വരുന്നൊന്നും ആദ്യ സംഭവങ്ങളല്ല. ഇതിനു മുമ്പ് 2019 ഖമേനി തോക്ക്, കാരണം ഈ അറബ്സ് അവരുടെ ആഘോഷങ്ങളായാലും ഇല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളായാലും ഒക്കെ ഈ തോക്ക് അവരുടെ കൈവശം ഉള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ മാധ്യമങ്ങള് പുറത്തുവിട്ടിരിക്കുന്ന ചിത്രത്തിലും അവർ കൊടുത്തിരിക്കുന്ന വാർത്തയിലും ഒക്കെ ഖമേനി തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. കാരണം ഖമേനി തോക്ക് പിടിക്കുന്ന ഒരു വാർത്തയല്ല, കാരണം ഖമേനി ഇതിനു മുമ്പും തോക്ക് പിടിച്ചിട്ടുള്ള അനവധി വിഷ്വൽസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഈ പശ്ചിമേഷ്യയുടെ ഒരു ലീഡർഷിപ്പിലേക്ക് എത്താനുള്ള ചില നേതാക്കളുടെ ഒരു ശ്രമം അതൊരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പല 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 താല്പര്യങ്ങളാണ്. ഇപ്പൊ എർദഗന്റെ ഒന്നും സൗണ്ട് പോലും ഇപ്പൊ കേൾക്കാനില്ല. കാരണം എർദഗൻ ഇപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ബ്രിക്സിനകത്ത് കയറിക്കൂടണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇപ്പം വളരെ ഡീസന്റ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ബ്രിക്സിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പെർമിഷൻ ഇല്ലെങ്കിൽ കയറാൻ വലിയ പാടാണ്. കാരണം ഇന്ത്യയാണ് അതിനകത്ത് അതെ. ഒരു കരുത്തനായ രാജ്യം. ഈജിപ്റ്റ് ഉണ്ട്, അതാണ് എർദഗന്റെ വലിയ പ്രശ്നം. ഈജിപ്റ്റ് ഉണ്ട്, ഈ ബ്രിക്സിനകത്ത് ഈജിപ്റ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെങ്കിലും അത് കയറി പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി, ഇപ്രാവശ്യം UN ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിലൊന്നും കാശ്മീരിന്റെ വിഷയം പോലും എർദഗൻ തൊട്ടില്ല, പാകിസ്ഥാന്റെ പേര് പോലും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ രാജ്യങ്ങളെല്ലാം ഈ പണ്ട് യുദ്ധക്കൊതിയന്മാരായിരുന്നില്ല, യുദ്ധം വേണമെന്ന് പറഞ്ഞ് നടന്ന ഗൾഫ് കൺട്രീസിൽ പലതും ഇപ്പം പുരോഗമനത്തിന്റെ പാതയിലാണ്. കാരണം അവർക്കൊന്നും ഇതിനകത്ത് താല്പര്യമില്ല. അപ്പൊ ഇറാൻ ഇപ്പൊ ഒരു ഖമേനി നടത്തുന്ന ആഹ്വാനം ഒന്നും യാതൊരു എഫക്റ്റും ഉണ്ടാകത്തില്ല. ലോകത്തെ മുസ്ലിങ്ങൾ എന്തിനേറെ പറയുന്നു, ഭീകര സംഘടനകൾ പോലും അത് ഏറ്റെടുക്കത്തില്ല. IS ഒന്നും അത് ഏറ്റെടുക്കാനേ പോകുന്ന ഒരു കാര്യമല്ല ഈ ഖമേനി പറഞ്ഞത്. ആകെ ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ ഈ ഹിസ്ബുള്ളയും ഒപ്പം തന്നെ ഹൂതി വിമതരും. ഹൂത്തികളും
ഇറാഖിലുള്ള മിലീഷ്യൻസും ഒക്കെയാണ്. അല്ലാതെ വേറെ ആരും അത് ഏറ്റെടുക്കാൻ പോകുന്നില്ല. വേറെ ആരും, അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ നസറുള്ള മരിച്ചപ്പോ എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ നസറുള്ളയുടെ മരണത്തിൽ അനുശോചിച്ചു എന്ന് മാത്രം നോക്കിയാൽ മതി. ആകെ സിറിയയും ഇറാഖിലുമാണ് 3 ദിവസത്തെ ഒരു ദുഃഖാചരണം പ്രഖ്യാപിച്ചത്. വേറെ ഒരാൾ പോലും എന്തിന് ഇവരുടെ ഇറാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഈജിപ്റ്റ് പോലും നസറുള്ളയുടെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തിയില്ല. അത്രേ ഉള്ളൂ സംഭവം. കാരണം ഇല്ലെങ്കിൽ അവർ അനുശോചിക്കേണ്ടതല്ലേ. ഏതെങ്കിലും നമുക്കറിയാം, ലോകത്തെ ഏതെങ്കിലും ഒരു സുന്നി രാഷ്ട്രത്തിലാണെന്നെങ്കിൽ അവിടുത്തെ ഒരു ചെറിയ സംഭവങ്ങളിൽ പോലും വലിയ രീതിയിൽ അപലപിക്കുന്നവരാണ് സൗദി അറേബ്യ അടക്കം. ഭയങ്കരമായിട്ട്. അതെ അതെ അതെ. അപലപിക്കും. നസറുള്ള കൊല്ലപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, നസറുള്ള കൊല്ലപ്പെട്ടതിൽ അപലപിക്കുന്നു, കേക്ക് മുറിച്ച് ഇസ്രായേൽ നടപടി ആഘോഷിച്ചു. ശരിയായി? അതെ, അതൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ, ഇത്രയൊക്കെ ഉള്ളൂ. കമേലി പറയുന്നത് അത്രയൊക്കെ തന്നെ ഒരു പവറുള്ളൂ. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കതൊരു വെല്ലുവിളിയായിട്ട് ഒക്കെ കാണാൻ കഴിയും. അതൊരു വെല്ലുവിളി പോലെ അതെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. ഒരു കാര്യമില്ല ഇതില്. അതെ. എന്തായിരുന്നാലും ഈ ചെങ്കടലിൽ അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഹൂത്തി അയച്ച മിസൈലുകൾക്കെല്ലാം തിരിച്ച് അമേരിക്ക കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ്. യമനിലെ 7 ഇടങ്ങളിൽ ഹൂത്തി വിമതരുടെ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് ശേഷം പിന്നെ ഹൂത്തി വിമതരിലേക്ക് UK സഹായത്തോടു കൂടിയാണ് അമേരിക്ക ആക്രമിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ ഇവരാണോ ടാർഗറ്റ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനിലേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്? അമേരിക്ക അടക്കം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടുത്തെ എണ്ണപ്പാടങ്ങളൊന്നും നശിപ്പിക്കുന്നത്, ഇന്ത്യ അങ്ങോട്ടേക്ക് പടക്കപ്പൽ അയച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഈ നീക്കമൊക്കെ വരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും നമുക്ക് കണ്ടറിയാം, അല്ലേ വിചേട്ടാ? താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.